ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു 10 MCQ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് തന്നെ വരുള്ളൂ. MCQ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് തന്നെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടൊന്നും. പക്ഷേ നമുക്ക് ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കണമല്ലോ. ഇതിൽ ഏതെങ്കിലും റിപ്പീറ്റ് ആയാലും നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ ഈ ഒരു നോട്ട് ഞങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കിട്ടിയിട്ടില്ല, ഇൻസ്റ്റയിലൂടെ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ കാര്യങ്ങളെല്ലാം മിസ്സാക്കാതിരിക്കാൻ വേണ്ടി ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ബാക്കി വിഷയങ്ങളും ബാക്കി എക്സാമുകളും ഒക്കെ നമുക്ക് അടിപൊളിയാക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ ഒരു നോട്ടിൽ ഉണ്ടല്ലോ മക്കളെ, നമ്മൾ വിത്ത് ആൻസർ ആയിട്ടോ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ ആൻസർ തപ്പി നടക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ആൻസേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നോക്കി, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ പ്ലാനിങ് ഏതാണ്? പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യലാണ്. രണ്ടാമത്തത് LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ഒന്നും ആരും എഴുതി വെക്കരുത്. ബിസിനസ് സ്റ്റഡീസിൽ LPG എന്ന് ചോദിച്ചാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആണ്. അങ്ങനെ എഴുതി വയ്ക്കുന്നവരുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി മൂന്നാമത്തേത് നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് വിച്ച് അറൈസസ് സ്പോണ്ടേനിയസ്ലി. സോഷ്യൽ റിലേഷൻഷിപ്പ് പെട്ടെന്നുണ്ടാകുന്നത് എന്നൊക്കെ കേട്ടാൽ അത് എന്താണ്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ്. മാനേജ്മെന്റ് ഡെലിബറേറ്റ്ലി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഡെലിബറേറ്റ്ലി ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഫോർമൽ ഓർഗനൈസേഷൻ ആണ്. മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ എന്ത് വരും? മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ പ്രൊഡക്ഷൻ അല്ല, ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ആണ് വരുന്നത്. അതാത് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, അങ്ങനെ. അപ്പൊ ഇവിടെ ആരാ ഉള്ളത്? പ്രൊഡക്ഷൻ മാനേജർ ഉണ്ട്, അയാളാണ് മിഡിൽ ലെവലിൽ വരുന്നത്. ബാക്കി മാനേജിംഗ് ഡയറക്ടർ എവിടെ വരും? ടോപ്പിൽ വരും. ഫോർമാനും സൂപ്പർവൈസറും എവിടെ വരും? ലോവർ ലെവലിൽ വരും. ഓക്കെ. Then dash environment includes customs and tradition. Customs and traditions ഏതിലാണ് വരുന്നത്? സോഷ്യൽ എൻവയോൺമെന്റിലാണ്. മാനേജ്മെന്റ് പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? പ്ലാനിങ് ആണ്. ഇതിൽ ഓഡ് 1 ഏതാണ്? സൂപ്പർവൈസർ ആണ് ഓഡ് 1. കാരണം സൂപ്പർവൈസർ ലോവർ ലെവലിലും ബാക്കി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, ചെയർമാൻ ഇവരെല്ലാവരും ടോപ്പ് ലെവലിലും ആണ് വരുന്നത്. ദെൻ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര റെസ്റ്റ് ഇന്റർവെൽ കൊടുക്കണം എന്ന് സ്റ്റഡി ചെയ്യുന്നതാണ് ഫറ്റീഗ് സ്റ്റഡി. മാനേജേഴ്സിന്റെ പ്ലാൻ സർട്ടൻ അസംഷന്റെ ബേസിസിലാണെന്ന് പറഞ്ഞാൽ അസംഷനെയാണ് നമ്മൾ പ്ലാനിങ് പ്രിമൈസസ് എന്ന് പറയുന്നത്. എസൻസ് ഓഫ് മാനേജ്മെന്റ് എന്ന് അറിയപ്പെടുന്നത് കോർഡിനേഷൻ ആണ്. എക്സാക്ട്ലി ഇത് തന്നെയാണ് വരാമെന്ന് ഒരിക്കലും നമുക്ക് MCQ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വളരെ 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണത്. സോ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് വേണം പോകാൻ. ഇതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് മിസ്സാകാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.